ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി, ഇന്ന് നമ്മളൊരു ബസ് എടുക്കാൻ പോവാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഗ്രാൻഡ് BMR ആണ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മുടെ BS4 വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ BS3 അല്ല എടുക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഓൾറെഡി BS3 ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു BS4 വണ്ടി എടുക്കാനാണ്. അപ്പോൾ അത് ഗ്രാൻഡ് BMR ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതെടുക്കാനായിട്ട് പോകാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കോട്ടയത്താട്ടോ പോകേണ്ടത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ മഴയൊക്കെ ഇങ്ങ് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ വണ്ടി എടുത്തില്ല, അതിന് മുമ്പേ മഴ. ഓക്കെ പോട്ടെ. ഓക്കെ, നമ്മുടെ ഈ പരമശിവണ്ണം തന്ന ഇന്നോവയാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതേലെ ഒരു ആദ്യത്തെ ഈ ട്രിപ്പാണ്. അപ്പം നിങ്ങൾ ഇന്ത്യയിലൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഒരു കൂട്ടുകാരനെയും കൂടെ നമ്മൾ വിളിക്കുന്നുണ്ട്. നമ്മുടെ 2 പേരുണ്ട്. ഓക്കെ, ഒരുത്തൻ നമ്മുടെ ബസ്സിലൊക്കെ കിളിയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ബാബുവണ്ണനാണ് ഗൈസ്. ഓക്കെ, പുള്ളിയുടെ പേരാണ് അങ്ങനെ. അപ്പോൾ ഗൈസ് അവർ 2 പേരെ നമുക്ക് പിക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഒരാളെ നമ്മുടെ ഈ ഇന്നോവ കൊടുത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ച് കൊടുത്ത് വിടാനും, പിന്നെ മറ്റേ വണ്ടി ഫുള്ള് ബ്ലോക്ക് ആണല്ലോ ഗൈസ് രാവിലെ തന്നെ. ഓക്കെ, നമുക്കിപ്പം നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയാലേ അവിടെ എത്തത്തുള്ളൂ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അതിനാണ് നമ്മളിപ്പോഴേ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരാൾ വരുന്നത് നമ്മുടെ കൂടെ, നമ്മുടെ ബസ്സിൽ ഞാൻ ഒറ്റയ്ക്കല്ല ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പം ചുമ്മാ അവനെയും കൂടെ വിളിച്ചതാണ്. അതാണ് നമ്മുടെ ബാബുവണ്ണൻ. ഇപ്പോൾ ഇടിച്ചേനെ. ഓക്കെ, അതാണ് നമ്മുടെ ബാബുവണ്ണൻ നമ്മുടെ കൂടെ വരുന്നത്. ഓക്കെ, നമ്മളങ്ങനെ നല്ല മഴയത്ത് ലൈറ്റൊക്കെ അടിച്ച് പാഞ്ഞു പോവാണ്. ഓക്കെ, സാധാരണ ഈ ടൈമിലാണ് ഇവിടുത്തെ ഫുള്ള് നമ്മുടെ ലോറികളും കുറേ പിക്കപ്പും അങ്ങനെ കുറേ ഐറ്റംസാണ്. ഇന്നിവിടെ എന്താണോ ഒറ്റ വണ്ടിയില്ല. ഓക്കെ, അത് നമ്മൾ രക്ഷപ്പെട്ടു എന്തായാലും. ചെറിയ വണ്ടിയൊന്നും വന്ന സീനില്ല. നമുക്കൊന്നും സീനില്ല. ഓക്കെ, വലിയ വണ്ടികൾക്കൊക്കെയാണ് സീനുള്ളത്. ഐ മീൻ ബസ്സും അതേ ഇതുപോലത്തെ ടാങ്കർ ലോറിയൊക്കെ. അങ്ങോട്ട് പോയൊരു ടാങ്കർ ലോറി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇന്നോവയുടെ ഒക്കെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ ഇന്നോവ നമ്മൾ കൊടുത്ത് ഗൈസ്. കൊടുത്തെന്ന് വെച്ചാൽ അതല്ല, നമ്മുടെ ടാക്സി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് അങ്ങനെ ഓടാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ വണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ടാണ് മറ്റേ വണ്ടി നമ്മൾ ടാക്സി ആക്കി. കാരണം അത് കുറച്ച് പഴയതല്ലേ. ഓക്കെ, അങ്ങനെ നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമ്മൾ പുലർച്ചെയാണ് പോകുന്നത്. ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു പെട്രോൾ പമ്പിലായിട്ടാണ് ഈ വണ്ടി ഇട്ടേക്കുന്നത്, നമ്മുടെ ഗ്രാൻഡ് BMR. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ തൂക്കാൻ പോവാണ്. ചെയ്ത് കഴിഞ്ഞ് അവനെ നമുക്ക് ഫുള്ള് നല്ല പണിഞ്ഞ് സെറ്റാക്കി അങ്ങ് എടുക്കണം. ഞാനിപ്പോൾ വേറെ ചാടി തട്ടിയെന്ന് നമ്മുടെ ഇന്നോവയുടെ. ഓക്കെ, നമുക്ക് ഡിമ്മിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജസ്റ്റ് ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ച് തന്നായിരുന്നു നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നല്ല കണ്ടീഷൻ വണ്ടിയാണ്, അതാണ് എടുക്കാമെന്നങ്ങ് വിചാരിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഇന്നോവ അങ്ങ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാബുവണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ്. പുള്ളി അവിടെങ്ങാണ്ട് പോയി എല്ലാം കാര്യങ്ങളൊക്കെ ചോദിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് BMR. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് നിങ്ങൾ. ഓക്കെ, ഇതാണ് വീൽ കപ്പും കാര്യങ്ങളൊക്കെ.
ഓക്കെ, നമ്മൾ നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ് നമ്മുടെ ഗ്രാൻഡ് BMR. ഇനി ഇവനെ നമുക്കൊന്ന് പണിഞ്ഞെടുക്കണം. നമ്മുടെ ബാബു അണ്ണൻ വണ്ടിക്കകത്ത് കയറി ഇരിപ്പുണ്ടല്ലോ ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ കയറി ഇരിപ്പുണ്ട്, ഡോറൊക്കെ അടച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവനാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഐറ്റം. ഓക്കെ, ഇത് അടിയിലൊക്കെ നമ്മുടെ ലൈറ്റൊക്കെ കത്തിക്കിടപ്പുണ്ട്. ഇത് കണ്ടില്ലേ, അത് നമ്മളെ കാണിക്കാൻ ഒന്ന് കത്തിച്ചതാണ്. നൈറ്റായിരിക്കും, നൈറ്റ് നോക്കിയാലേ അറിയൂ ഇവൻ്റെ കറക്റ്റ് ലുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐറ്റം. നമ്മളിത് ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. നമ്മുടെ ബാബു അണ്ണനകത്ത് കയറി ഇരിപ്പുണ്ടല്ലോ, ദേ ഇരിക്കുന്നു പുള്ളി. ഓക്കെ, ഇതാണ് ഇൻറ്റീരിയറൊക്കെ വന്നിട്ട്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമ്മുടെ ഗ്രാൻഡ് BMR BS4 വണ്ടിയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇവനെ എടുത്തുകൊണ്ടങ്ങ് പോവാം. ഓക്കെ, നമ്മളിനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കൊരു 7 മണിയൊക്കെ ആവും. അപ്പം നമുക്ക് നേരെ ചെന്ന് നമ്മുടെ ഗ്യാരേജിലിട്ടിട്ട് നാളെ രാവിലെ നമ്മുടെ ട്രെവറണ്ണൻ്റെ ഗ്യാരേജിൽ കൊടുത്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റിക്കർ അടിക്കാൻ കൊണ്ടുപോകും ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അതാണ് ഫുള്ള് വൈറ്റ് കളർ സ്റ്റിയറിംഗ് കവറൊക്കെയാണ്, അതൊക്കെ നമുക്ക് മാറ്റണം. ഓക്കെ, നല്ല സ്മൂത്തായിട്ട് തിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഫുള്ള് മാലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം. ഓക്കെ, നല്ല സ്മൂത്താണ് സാധനം. ഓക്കെ, പോട്ടെ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിത് നേരെ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വണ്ടിയിൽ ഏതെങ്കിലും ഒന്ന് ഗ്രാഫിക്സ് അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ട് കുറച്ച് കാലമായിട്ട് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. കാരണം ഈ AITP ആക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിക്സ് അടിക്കണമെങ്കിൽ AITP കിട്ടണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കണം. അതാണ് നമ്മുടെ ഓൾ ഇന്ത്യ പെർമിറ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കണം. അത് നല്ല പണിയാണ്. അതാണ് നമ്മൾ ഗ്രാഫിക്സ് ഒന്നും അടിക്കാത്ത. എന്തായാലും അടിക്കണം ഗ്രാഫിക്സൊക്കെ. കുറച്ച് കാശ് മുടക്കി നമുക്ക് ഗ്രാഫിക്സൊക്കെ അടിക്കണം ഗൈസ്. ഓക്കെ, ഓക്കെ, നമ്മുടെ ചെക്കൻ്റെ ലുക്ക് കണ്ടോ, കിടിലൻ ലുക്കാണ്, സീനാണ് സാധനം. ഓക്കെ, നമ്മളെ കാല് കൊടുക്കുമ്പോഴേ നല്ല പറക്കുന്നുണ്ട് വണ്ടി. ഇനിയും കയറ്റമൊക്കെ കയറുമ്പോൾ എന്തോ അവസ്ഥയെന്ന് അറിയത്തില്ല. ഓക്കെ, ഇത് ഒരു പാലമാണ്, സൈഡിൽ എന്തോ വെള്ളമൊക്കെ ഉണ്ട്. ഓക്കെ, അതേ നമ്മുടെ സിഗ്നൽ കത്തി, ഇവിടെ നിർത്തണം. നമ്മുടെ വണ്ടിയാണെന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടിയതാണ്. ഓക്കെ, നമ്മുടെ വണ്ടിയാണ് ചവിട്ടിയാൽ കുറച്ചുകൂടെ മുന്നിലോട്ട് കയറി നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചവിട്ടിയപ്പോൾ തന്നെ പെട്ടെന്നങ്ങ് നിന്ന്. അതൊരു കട്ട ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്. അത്രയും ബ്രേക്ക് നമുക്ക് ആവശ്യമില്ല. കാരണം ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയാൽ എല്ലാവരും മുന്നോട്ട് ഒക്കെ വന്ന് വീഴാനൊക്കെ സാധ്യതയുണ്ട് ഗൈസ്. ഒക്കെ തലയൊക്കെ ഇടിച്ച് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും ബ്രേക്ക് വേണ്ട. ഓക്കെ, ഇപ്പോൾ ട്രെയിൻ വരും. ഇത്രേ ഉള്ളൂ ട്രെയിൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ, നമ്മുടെ റെയിൽവേ ട്രാക്കിൽ കയറിയിട്ട് വണ്ടി അനങ്ങുന്നില്ലല്ലോ.
എൻ്റെ ആളിയ കിടിലൻ എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അടിപൊളി എയർ സസ്പെൻഷനാണ്. ഓ, സൈഡ് കയറി. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമ്മുടെ ഇനിയും അടിപൊളി വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, നല്ലൊരു ക്ലൈമറ്റാണിപ്പം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, അപ്പം ബൈ ബൈ.